അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. ഇൻ എ 4-bit asynchronous ripple counter, how many flip-flops will toggle at the same time for any input clock pulse? ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം 4-bit ആണ്, അസിൻക്രണസ് ആണ്, അതായത് ഒരു റിപ്പിൾ കൗണ്ടർ. ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ടോഗിൾ അറ്റ് ദ സെയിം ടൈം ഫോർ എനി ഇൻപുട്ട് ക്ലോക്ക് പൾസ്? അതായത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ടോഗിൾ ചെയ്യുന്നത് ഫോർ എനി ഇൻപുട്ട് ക്ലോക്ക് പൾസ്? അതായത് ക്ലോക്ക് പൾസ് നമ്മളിപ്പോൾ ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടെണ്ണമോ അല്ലെങ്കിൽ മൂന്നെണ്ണമോ നാലെണ്ണമോ, അത് എത്ര ക്ലോക്ക് പൾസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്താലും അത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഒരേ സമയം ടോഗിൾ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അസിൻക്രണസ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? അസിൻക്രണസ് റിപ്പിൾ കൗണ്ടർ. അപ്പോൾ 2 ബിറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ 3 ബിറ്റ്, അല്ലെങ്കിൽ 4 ബിറ്റ്, അല്ലെങ്കിൽ എനി കേസ് n ബിറ്റ് തന്നെ ആയിക്കോട്ടെ, നമുക്കറിയാം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമാണ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത്. അതൊന്നെങ്കിൽ പോസിറ്റീവ് വെച്ച് ട്രിഗേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് വെച്ച് ട്രിഗേർഡ് ആയിരിക്കും, അല്ലെ? പോസിറ്റീവ് വെച്ച് ട്രിഗേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് വെച്ച് ട്രിഗേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു ക്ലോക്ക് ഇൻപുട്ടിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തത്? ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ബിറ്റ് ആയിക്കോട്ടെ, 5 ബിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 16 ബിറ്റ്, 32 ബിറ്റ്, എത്ര ബിറ്റും ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ക്ലോക്ക് പൾസ് വരുമ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ചേഞ്ച് ആകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിനായിരിക്കും? ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമായി. അപ്പോൾ ആൻസർ 1 ആണ്. അത് ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A 4-bit synchronous counter is implemented using JK flip-flops. 4-bit, ഇതാണ് നിങ്ങൾ ഒരു കൗണ്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ടുന്ന ഫസ്റ്റ് തിങ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യങ്ങൾ, അതായത് സിൻക്രണസ് ആണോ അസിൻക്രണസ് ആണോ എന്ന് നോക്കുക. 4 ബിറ്റ് ആണോ, 8 ബിറ്റ് ആണോ, 16 ബിറ്റ് ആണോ, അങ്ങനത്തെ എല്ലാം നോക്കുക. കാരണം കൗണ്ടേഴ്സിന്റെ കൂടുതലും എങ്ങനെ ഒരു കൗണ്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻ ആയിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. A 4-bit synchronous counter is implemented using JK flip-flops. What will be the total propagation delay if each flip-flop has a propagation delay of 5 nanoseconds? നമുക്കറിയാം 4 ബിറ്റ് സിൻക്രണസ് കൗണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 5 നാനോസെക്കൻഡ്സ്, അല്ലെ? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് വരാനായിട്ട് എടുക്കുന്ന ഡിലേ ആണ് 5 നാനോസെക്കൻഡ്സ്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും 5 നാനോസെക്കൻഡ്സ് എടുക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ എത്രയാണ്? അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു അസിൻക്രണസ് കൗണ്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഒരു അസിൻക്രണസ് കൗണ്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ, അല്ലെ? ഒരു അസിൻക്രണസ് കൗണ്ടർ ആകുമ്പോൾ 4 ബിറ്റ് ആകുമ്പോൾ അതിന് ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോൾ 5 + 5 + 5 + 5, അതായത് 20 നാനോസെക്കൻഡ്സ് ആയിരിക്കും. എന്തിന്? ഒരു അസിൻക്രണസ് കൗണ്ടർ. ഒരു അസിൻക്രണസ് 4 ബിറ്റ് കൗണ്ടറിന് അതിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഡ് ചെയ്ത് വരും. പക്ഷെ നമുക്കറിയാം
ഒരു സിൻക്രണസ് കൗണ്ടറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അത് സിൻക്രണസ് ആയിരിക്കും. അതായത് ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ വരില്ല. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്താണോ അത് തന്നെയായിരിക്കും ആ ഒരു ടോട്ടൽ കൗണ്ടറിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒരൊറ്റ ഇൻപുട്ട് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ക്ലോക്ക് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് എപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ക്ലോക്കിലെല്ലാം സൈമൾട്ടേനിയസ്ലി സിഗ്നൽസ് മാറി വരുന്നത് കൊണ്ട് തന്നെ, ക്ലോക്ക് ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് പറയാം, അത് ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രൊപ്പഗേഷൻ ഡിലേയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമുക്ക് എടുത്താൽ തന്നെ അറിയാം, ഒരു ക്ലോക്ക് ഇൻപുട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അത് ഡയറക്റ്റ് നമ്മൾ 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. ഹൈ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അതായത് ജസ്റ്റ് ഒറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രൊപ്പഗേഷൻ ഡിലേയെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 5 നാനോ സെക്കൻഡ്സ് ആണെങ്കിൽ ഒരു 4 ബിറ്റ് സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്താലും പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 5 നാനോ സെക്കൻഡ്സ് തന്നെ. ഇനി ഇൻ കേസ് ഇവിടെ അസിൻക്രണസ് കൗണ്ടർ എന്നാണ് തന്നിരുന്നത് എങ്കിൽ, അസിൻക്രണസ് കൗണ്ടർ എന്നാണ് തന്നിരുന്നത് എങ്കിൽ ഇവിടെ 4 ബിറ്റ് ഇൻറ്റു 5 നാനോ സെക്കൻഡ് ഈക്വൽ ടു 20 നാനോ സെക്കൻഡ്സ് വന്നില്ലേ. അസിൻക്രണസ് കൗണ്ടർ ആയിരുന്നുവെങ്കിൽ 20 നാനോ സെക്കൻഡ്സ് ആയിരുന്നു ഇവിടെ വരും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Which of the following best describes the main advantage of a synchronous counter over an asynchronous counter? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇവിടെ. അതായത് ഒരു അസിൻക്രണസ് കൗണ്ടറിനെ അപേക്ഷിച്ച് ഒരു സിൻക്രണസ് കൗണ്ടറിന് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, it requires fewer flip-flops. അതാണോ? It eliminates cumulative propagation delay. It can be designed without flip-flops. It operates at a lower frequency. ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും it eliminates cumulative propagation delay. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു അല്ലെ, അസിൻക്രണസ് കൗണ്ടറിന് 4 ബിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ബിറ്റും ആയിക്കോട്ടെ, അതിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ഒരു അസിൻക്രണസ് കൗണ്ടറിന് ക്യുമുലേറ്റീവ് ആയിരിക്കും. പക്ഷെ ഒരു സിൻക്രണസ് കൗണ്ടറിന് ഒരു ഒറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. നമ്മൾ വേറൊരു കാര്യം കൂടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അസിൻക്രണസ് കൗണ്ടേഴ്സ് ആണെങ്കിൽ വലിയ ബിറ്റുകൾ, അതിന്റെ ആ ഒരു ടൈപ്പ് കൗണ്ടേഴ്സ് ഒരിക്കലും അസിൻക്രണസ് കൗണ്ടേഴ്സ് വെച്ച് ഡിസൈൻ ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 32 ബിറ്റ് 64 ബിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈവൻ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലോക്ക് സൈക്കിളിന് ഇക്വലന്റ് ആയിട്ട് വരാറ്. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ 5 നാനോ സെക്കൻഡ്സ് ആണ് എന്ന് പറയും. പക്ഷെ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 30 നാനോ സെക്കൻഡ്സ് എന്നിരിക്കട്ടെ ഒരു ക്ലോക്ക് സൈക്കിൾ. അതായത് ഇവിടെ തൊട്ട് 30 നാനോ സെക്കൻഡ്സ് ആണെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ 5 നാനോ സെക്കൻഡ്സ് ആണ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഒരു 6 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എന്താണ്? 5 നാനോ സെക്കൻഡ് ഇൻറ്റു 6, അതായത് 30 നാനോ സെക്കൻഡ്സ് അവിടെ തന്നെ ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ ആയി വന്നു കഴിഞ്ഞു അല്ലെ. അതായത് ഒരു 6 ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 6 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കാസ്കേഡ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അസിൻക്രണസ് കൗണ്ടർ ആണെങ്കിൽ അതിന്റെ ക്യുമുലേറ്റീവ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 30 നാനോ സെക്കൻഡ്സ് ആയിരിക്കും.
അത് പക്ഷെ ഒരു ക്ലോക്ക് സൈക്കിളിന്റെ, അതായത് അതിന്റെ ക്ലോക്കിന്റെ ഒരു പീരീഡിന്റെ ഈക്വലന്റ് ആയിട്ട്, അതിനോട് ഈക്വൽ ആയിട്ട് തന്നെ ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ചിലപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ചില സ്റ്റേറ്റ് ഒന്നും കൗണ്ടർ ഔട്ട്പുട്ട് തരാതിരിക്കും, അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ റിപ്പറ്റേറ്റീവ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1111 000011 ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്സ് ഒക്കെ ചിലപ്പോൾ 2 തവണ വരാം, അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്സ് അത് ഔട്ട്പുട്ട് തരാതെയും ഇരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് അസിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. ഇത്രയും ഒരുപാട് വലിയ ബിറ്റ്സ്, ഇപ്പോൾ വളരെ ഒരുപാട് നമ്പറുള്ള ബിറ്റ്സ് വേണ്ടുന്ന സമയത്ത് നമുക്ക് സിൻക്രണസ് കൗണ്ടേഴ്സ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ക്ലോക്കിന്റെ അവൈലബിലിറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ഹാർഡ്വെയർ കോംപ്ലക്സ് ആണെങ്കിൽ പോലും നമ്മൾ സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്തേ പറ്റും. നമ്മൾ വേറെയും പല എക്സാമ്പിൾസും കണ്ടു, ഹൈ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെ, അതായത് നമ്മളവിടെ നേരത്തെ ഈ സ്പേസ് ആപ്ലിക്കേഷൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള സെക്കൻഡ്സിലും ഇപ്പോൾ നമുക്കറിയാം കൗണ്ടിങ് ഡൗൺ ഒരു മിഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിസൈൽ വിടുന്നതോ അല്ലെങ്കിൽ റോക്കറ്റ് വിടുന്നതോ അതുപോലത്തെയുള്ള ഹൈ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അങ്ങനത്തെയുള്ള കേസുകളിൽ നമുക്ക് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അവിടെ എല്ലാവരും അത് ചെയ്തേ പറ്റൂ. കാരണം അവിടെ നമുക്ക് കോസ്റ്റോ അല്ലെങ്കിൽ സ്പേസ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇതിന് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതൊന്നും ആരും നോക്കില്ല. അവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. ആ ടൈമിങ്ങിന്റെ അകത്ത് നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, അതാണ് നമ്മൾ. അപ്പോൾ അവിടെ സിൻക്രണസ് കൗണ്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യും. What is the modulus of a counter that can count from 0 to 127? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 0 to 127 വരെയാണ് ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സ്റ്റേറ്റ്സ് ഇത് എത്ര എണ്ണം കൗണ്ട് ചെയ്യും? ടോട്ടൽ സ്റ്റേറ്റ്സ് അത് കൗണ്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 128 ആണ് അല്ലെ, ഇൻക്ലൂഡിങ് 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്റ്റേറ്റ് എത്ര എണ്ണമായിരിക്കും കൗണ്ട് ചെയ്യുന്നത്? 128. 128 എന്ന് പറയുന്നത് എത്രയാണ്? 2⁻7 ആണ് അല്ലെ. 2⁻7 ഈക്വൽ ടു 128. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ 2⁻7 എന്ന് പറയുന്നത് 128 ആയതുകൊണ്ട് 7 അല്ലേ ആൻസർ എന്ന് തോന്നും. പക്ഷെ 7 അല്ല. നമുക്കറിയാം ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത് എത്ര സ്റ്റേറ്റ്സ് ആണ്. ആ സ്റ്റേറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ മോഡുലസ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡീക്കേഡ് കൗണ്ടർ. ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 9 വരെ കൗണ്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും തിരിച്ച് റീസെറ്റ് ആയിട്ട് 0യിലേക്ക് വരും. അതായത് 0 to 9 വരെ കൗണ്ട് ചെയ്യും, സിംഗിൾ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും 0യിലേക്ക് തിരിച്ചു. അതാണ് എന്ത് ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് 10 കൗണ്ടർ ആണ് അല്ലെ. മോഡ് 10 കൗണ്ടർ. അപ്പോൾ മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ 10 സ്റ്റേറ്റ്സിൽ ആ കൗണ്ടർ സ്റ്റേബിൾ ആയിട്ടിരിക്കും, എന്നിട്ട് വീണ്ടും റീസെറ്റ് ആയിട്ട് 0യിലേക്ക്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 0 to 127 വരെ ഇത് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് 128 സ്റ്റേറ്റ്സിൽ കൂടെ ഈ ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മോഡുലസ് എന്ന് പറയുന്നത് 128 ആണ്. നിങ്ങൾക്ക് ഈ ഒരു 7 എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു 2⁻something ആയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലെ. 0 to 127 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 128 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 0 to 6 അല്ലെങ്കിൽ 0 to 5 എന്നാണ് ക്വസ്റ്റ്യനുകൾ തന്നിരിക്കുന്നതെങ്കിൽ അത്രയും കൺഫ്യൂഷൻ വരില്ല.
കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അത് 5 എന്നോ 6 എന്നോ നമുക്ക് എടുത്തെഴുതാൻ പറ്റും. പക്ഷേ 0 to 127 എന്ന് പറയുമ്പോൾ ഇനി 7 ആണോ 2⁻7 = 128 എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് 7 ആണോ 128 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് മോഡുലസ് എന്ന് പറയുന്നത് 2n എന്നുള്ള വാല്യൂ തന്നെയാണ്. അതായത് 2⁻7, അതായത് 128 ആണ് ഇവിടെ മോഡുലസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കൗണ്ടറിനെ നമ്മൾ മോഡ് 128 കൗണ്ടർ എന്ന് വിളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A mod 6 counter requires how many flip-flops? Mod 6 counter requires how many flip-flops? നിങ്ങൾക്കറിയാം, ഒരു 4-bit കൗണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഫ്ലിപ്പ്-ഫ്ലോപ്സ് ആണ് അല്ലെ. 3-bit കൗണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 3 ഫ്ലിപ്പ്-ഫ്ലോപ്സ്. 3-bit കൗണ്ടർ നമുക്ക് എത്ര ഡെസിമൽ പ്രൊഡ്യൂസ് ചെയ്യും? 0002, 001, 010, 011, 100, 101, 110, 111. അതായത് ഡെസിമൽ നമ്പർ നമുക്ക് 0 to 7 വരെ ഒരു 3-bit കൗണ്ടർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അതായത് 3 ഫ്ലിപ്പ്-ഫ്ലോപ്സ് വെച്ചാൽ നമുക്ക് 0 to 7 വരെ അത് കൗണ്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും റീസെറ്റ് ആയിട്ട് വീണ്ടും 0. മോഡ് 6 കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 5, 0002 to 5 ഡെസിമൽ നമ്പർ എപ്പോ വരുന്നോ അതുവരെ ആയിരിക്കും അത് കൗണ്ട് ചെയ്യും. അതായത് അല്ലെ 101 ആണ് നമുക്ക് എന്ത് 5 എന്ന് പറയുന്നത്. 101 ആണ് നമ്മൾ ഡെസിമൽ നമ്പർ 5നെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇവിടെ 6 സ്റ്റേറ്റ് 000, 001, 010, 011, 100, 101. ഇങ്ങനെ നമുക്ക് 6 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ 6 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മോഡ് 6 കൗണ്ടർ എന്ന് വിളിക്കും. അതിന്റെ അവസാനത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു മോഡ് 6 കൗണ്ടർ ഡിസൈൻ ചെയ്യണമെങ്കിൽ എത്ര ഫ്ലിപ്പ്-ഫ്ലോപ്പ് വേണം? നമുക്ക് 3 ഫ്ലിപ്പ്-ഫ്ലോപ്പ് വേണം അല്ലെ. 2 ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് 00, 01, 10, 11 വരെ മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. 4 ആണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിനിമം എത്ര ഫ്ലിപ്പ്-ഫ്ലോപ്പ് എന്നാണ്. മോഡ് 6 കൗണ്ടേഴ്സ് റിക്വയർസ് ഹൗ മെനി ഫ്ലിപ്പ്-ഫ്ലോപ്പ്. അതായത് മിനിമം നമുക്ക് 3 ഫ്ലിപ്പ്-ഫ്ലോപ്പ് എങ്കിലും വേണം. നമുക്ക് 4-bit കൗണ്ടർ ആണെങ്കിലും നമുക്ക് 6 വരെ എണ്ണുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ ആവശ്യം വരുന്നില്ല. ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റിഡൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഫ്ലിപ്പ്-ഫ്ലോപ്സ് മാത്രം മതിയാകും. അതൊരു നെസസറി ബട്ട് സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഒരു 3 ഫ്ലിപ്പ്-ഫ്ലോപ്പ് മാത്രമാണെങ്കിൽ നമുക്ക് എന്താണ് മോഡ് 5, മോഡ് 6, മോഡ് 7 എന്നീ കൗണ്ടേഴ്സ് എല്ലാം നമുക്ക് ജസ്റ്റ് 3 ഫ്ലിപ്പ്-ഫ്ലോപ്സ് മാത്രം വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂഷ്വലി ഇതുപോലത്തെ ജസ്റ്റ് ഒരു ഒരുപാട് ഹൈലി കോമ്പറ്റീറ്റീവ് അല്ലാത്ത എക്സാംസിന് ഇതുപോലത്തെ കുറച്ച് ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത്